ഇന്ന് ഇനാഗുറേഷൻ നടക്കുന്ന അബ്ദുൽ കലാം മാർഗ് പുതിയ വാക്വയാണ് കൊച്ചിയിലെ. അതിൻ്റെ ഇനാഗുറേഷൻ ഇന്നാണ് നടക്കുന്നത്. അതെ അതെ. അപ്പോൾ അതിലേക്കുള്ള വഴിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ പുതിയ വാക്വയാണ്. ഗോശ്രീ പാലം മുതൽ ഉള്ള 1 കിലോമീറ്റർ നീളത്തിലുള്ള വാക്വയാണ്. അതിൻ്റെ ഇനാഗുറേഷൻ ഇന്നാണ് വെച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ട് ഇവിടെയൊക്കെ ടൈലൊക്കെ പാകി ലൈറ്റൊക്കെ ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട്. കായലോരത്തിൻ്റെ സൈഡിലാണിത്. മോട്ടർ വെച്ചൊരു വഞ്ചി പോകുന്നത് കാണാൻ സാധിക്കും. അക്കരെ കാണുന്നത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ്. ബോൾഗാട്ടി പാലസും എല്ലാമാണ്. അതിമനോഹരമായിട്ട് പണി തീർത്ത് ഇന്ന് ഇനാഗുറേഷൻ നടത്തേണ്ടതാണിത്. ഇത് സീനിയർ സിറ്റിസൺസ് അതിരാവിലെയും വൈകുന്നേരവും ഒക്കെ വന്ന് ഒന്ന് ജോഗിങ് നടത്താനും നടക്കാനൊക്കെ പറ്റിയ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഓക്സിജനൊക്കെ മാക്സിമം നമ്മൾ ഇൻഹേൽ ചെയ്ത് ആരോഗ്യം കൂട്ടാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊച്ചിക്കാർക്ക് സാധിക്കും. പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. അതിരാവിലെ ഇവിടെ കാണാൻ നല്ല മനോഹരമാണ്. ശാന്തമായ കായൽ തീരവും ഇളം കാറ്റുമെല്ലാം നല്ല രസമാണ്. അപ്പോൾ കൊച്ചി പരിസരത്തുള്ള സീനിയർ സിറ്റിസൺസ് ഇവിടെ വന്ന് രാവിലെ കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. ആരോഗ്യത്തിന് നല്ലതാണ്. അതിരാവിലെ ആകുമ്പം വണ്ടികളിൽ വന്ന് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഓക്കെ, ഇതാണ് അബ്ദുൽ കലാം മാർഗ്. ഗോശ്രീ പാലത്തിൽ കൂടെ വൈപ്പിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോശ്രീ പാലം 2ാമത്തെ പാലമാണിത്. വൈപ്പിനിലേക്ക് പോകണം. ഇതാണ് വൈപ്പിൻ്റെ കാളമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ബോട്ടുകളൊക്കെ, ഫിഷിംഗ് ബോട്ടുകളെല്ലാം വന്ന് ഇവിടെ ഫിഷിംഗ് സ്റ്റാളുകളുണ്ട്. ഇവിടെ മീൻ വാങ്ങിക്കാൻ ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. നല്ല തിരക്കാണെന്ന് തോന്നുന്നു, ശനിയാഴ്ചയുണ്ട്. ഇവിടെ 5-6 സ്റ്റാളുകളൊക്കെ ഉണ്ട്. എറണാകുളത്തുള്ള എല്ലാവരും ഇവിടെ വന്ന് മീൻ വാങ്ങിക്കാറുണ്ട്. ഇതാണ് വൈപ്പിൻ കാളമുക്ക് എന്നുള്ള സ്ഥലം. ലെഫ്റ്റിലേക്ക് പോയാൽ വൈപ്പിൻ എൻഡിലേക്ക് ചെല്ലും. റൈറ്റിൽ ചെറായി ഏരിയയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈപ്പിൻ ബോട്ട് ജെട്ടിയുടെ അടുത്താണ്. ഒരു ജങ്കാർ വരുന്നത്. അതിൽ കാറുകളെല്ലാം വരുന്നുണ്ട്. അത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നതാണ്. അത് തിരിച്ചു പോകുമ്പോൾ ആ ജങ്കാറിന് തന്നെ ഞങ്ങൾക്ക് ഫോർട്ട് കൊച്ചിക്ക് പോകണം.
ഇത് വൈപ്പിൻ ജെട്ടി. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഫോർട്ട് കൊച്ചിയാണ്. പഴയകാലത്തെ ബ്രിട്ടീഷുകാരുടെ ബിൽഡിങ്ങൊക്കെയാണ്. വൈപ്പിൽ ചീനവല ഇട്ടേക്കുന്ന സീനാണിത്. ചീനവല അത് പൊക്കാമ്പോൾ മീനിന് വേണ്ടി കാത്തിരിക്കുന്ന കൊക്കുകളെ നമുക്ക് കാണാൻ സാധിക്കും. വെയിറ്റ് ചെയ്യുകയാണ് ചീനവല പൊക്കാൻ വേണ്ടി. അവരുടെ ഇരയ്ക്കായി കാത്തിരിക്കുന്ന ഒരു സീനാണ്. ചീനവല അതാ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ പിള്ളേരാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഇത് തേക്കിൻ്റെ കഴയൊക്കെ ഉപയോഗിച്ചാണ് ചീനവല നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഇരുമ്പിൻ്റെ ഇതുപോലുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ചീനവല പൊക്കാണ്. കൊക്കുകൾ പറന്നെടുക്കുന്നുണ്ട് തീറ്റയ്ക്കായിട്ട്. വൈപ്പിലിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജങ്കാർ വൈപ്പിലേക്ക് അടുക്കുന്ന സീനാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ജങ്കാർ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നു. ചെറിയ ചെറിയ മീനുകളെ കൊത്തിയെടുക്കാനായി കൊക്കുകൾ പറന്നെടുത്തിരിക്കുന്നു. 10-30 കൊക്കുകളുണ്ട്. ഇവിടെ അത് തന്നെയാണ്. മീനൊന്നും കാണുന്നില്ല, കൊക്കുകളെ മാത്രമേ കാണുന്നുള്ളൂ. ഒന്നുമില്ല, അവരാ ചീനവല ഉപേക്ഷിക്കുകയാണ്. അതിലേക്കൊന്നും മീൻ എത്തിയിട്ടില്ല. ഇവിടെ സ്വല്പം മീൻ കിട്ടിയിട്ടുണ്ട്. അവരത് നെറ്റ് ഉപയോഗിച്ച് അത് മറിച്ച് നെറ്റിലേക്ക് ആക്കുന്ന കാണാം. നെറ്റിലേക്ക് ഇട്ടു. എന്താ ഇതിന് ഓരോ സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ കൂടുതൽ മീനെ കിട്ടുകയുള്ളൂ. ഒരു തക്കമെന്ന് പറയും, വെള്ളത്തിൻ്റെ ഇറക്കവും കയറ്റവും. അതെ, ഇത് വൈപ്പിൽ നിന്ന് ഫോർട്ടിലേക്കുള്ള ജങ്കാറിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ജങ്കാറിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഇത് ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡും കോർപ്പറേഷൻ ബിൽഡിങ്ങും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഏരിയയാണിത്. ചെറിയ ചെറിയ കടകളുണ്ട്, ടീ ഷാളുകളുണ്ട്, ചീനവലകളുണ്ട്. ഇവിടെ പണികൾ നടക്കണതാണ്. അതാണ് ഈ റോഡ് ഇത്രയും വൃത്തികേടായി കിടക്കുന്നത്. റോഡിൻ്റെ പണിയെല്ലാം നടക്കുകയാണ്. ടൈൽസ് എല്ലാം ഇടാനുള്ള കോർപ്പറേഷൻ്റെ പദ്ധതിയാണിത്. ഇതാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ്. നെഹ്റു ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ. ഇത് പഴയകാല ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ബിൽഡിങ്സാണ് ഇവിടെ ഉള്ളത്. അതാണ് എല്ലാ വീടുകൾക്കും ഗ്ലാസ്സാണ് കൂടുതൽ. ഭിത്തിയേക്കാൾ കൂടുതൽ ഗ്ലാസ്സാണ് അവർ യൂസ് ചെയ്തത്. പഴയകാല ബ്രിട്ടീഷ് കാലത്തെ വീടുകളാണ് ഫോർട്ട് കൊച്ചിയിലുള്ളത്.
ചീനവലകൾ, ചൈനീസ് നെറ്റ്, അതാണ് കാണുന്നത്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബീച്ചിലേക്ക് പോകാം. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ പരിസരമാണ് കാണുന്നത്. ഇഷ്ടാളുകളാണ്. ചീനവലയിൽ മീൻ പിടിച്ചിട്ട് ഇവിടെ വിൽക്കണ സ്ഥലമാണ്. ഐസ് ഇടാതെ മീൻ ഇവിടെ കിട്ടും. ഇതാണ് കപ്പൽച്ചാൽ. ഫോർട്ട് കൊച്ചി കപ്പൽച്ചാലിൽ കൂടെ പോർട്ടിലേക്ക് ഷിപ്പുകൾ പോകുന്ന സ്ഥലമാണ്. ഇഷ്ടാളാണ്. അക്കരെ കാണുന്നത് ഷിപ്പിൽ പെട്രോളിയം വന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന BPCയുടെയും SPCയുടെയും അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയും വലിയ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് കാണുന്നത്. ചെറിയ ചെറിയ കടകളുണ്ട്, ജ്യൂസ് സ്റ്റാളുകൾ, അതേപോലെ കീ ചെയിൻ വിൽക്കുന്ന കടകൾ. വല എറിയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് മീനുകൾ കുറവായിരിക്കുന്നു തോന്നുന്നു. ഇന്ന് തിരക്ക് കുറവാണ്. വൈകുന്നേരങ്ങളിലാണ് തിരക്ക് കൂടുന്നത്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെയെല്ലാം ഇപ്പം നോർത്ത് ഇന്ത്യൻസാണ് കൈയടക്കിയിരിക്കുന്നത്. പണ്ട് മലയാളികളുടെ ചെറിയ ചെറിയ ഷോപ്പുകളായിരുന്നു. ഇപ്പോൾ എല്ലാം നോർത്ത് ഇന്ത്യൻസാണ്. ഇത് അങ്ങ് നീണ്ടു കിടക്കുകയാണ്. കരിങ്കല്ല് കെട്ടി നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പുറ സൈഡ് ഇപ്പോൾ വന്ന വൈപ്പിനാണ് കാണുന്നത്. ഇതുവഴിയാണ് ബോട്ടുകളെല്ലാം ഫിഷിങ്ങിന് പോണത്. അതുപോലെ ഷിപ്പിൻ്റെ ചാനലാണിത്. എല്ലാ ഷിപ്പുകളും ഇതിലെയാണ്. പിന്നെ ദൂരെ ഒരു ഷിപ്പുണ്ട്, പക്ഷേ ക്യാമറയിൽ അത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഒരു ഷിപ്പ് ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കപ്പൽച്ചാലിൽ കയറിക്കഴിഞ്ഞാൽ സ്പീഡ് വളരെ കുറച്ചാണ് ഇത് പോകുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഒരു 20 മിനിറ്റ്സോടെ എടുക്കും ബോട്ടിലേക്ക് എടുക്കാൻ. അത്ര സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
കൊച്ചിയുടെ മനോഹര കടൽ തീരമാണ് കാണുന്നത്. കോവിഡ് കാലമായതുകൊണ്ട് ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് വരുന്നത്. ഇവിടുത്തെ ഓരോ മരവും 100 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളാണ് ഈ നിൽക്കുന്നത്. ബ്രിട്ടീഷ് കാലത്ത് വെച്ചിരുന്ന മരങ്ങളാണ് ഇവയെല്ലാം. ഫോർട്ട് കൊച്ചിയുടെ ഈ പ്രാന്തപ്രദേശത്തുള്ള എല്ലാ മരങ്ങളും. ഫോർട്ട് കൊച്ചിയിലെ പുരാതനമായ ബാസ്റ്റൺ ബംഗ്ലാവാണ് ഈ കാണുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെച്ചിരുന്നതാണ് ബാസ്റ്റൺ ബംഗ്ലാവ്. ഇത് തോപ്പുംപടിയിൽ നിന്ന് കുണ്ടന്നൂർക്ക് പോകുമ്പോഴുള്ള വാക്ക്വേയാണ്. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു 2 കിലോമീറ്റർ നീളത്തിൽ വാക്ക്വേ പണിത്. ഇവിടെ രാവിലെയും വൈകുന്നേരവും സീനിയർ സിറ്റിസൺസ് നടക്കുവാൻ അതുപോലെ തന്നെ വിശ്രമിക്കുവാനും പറ്റിയ സ്ഥലമാണ്. ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കായലിൻ്റെ തീരത്ത് അതിമനോഹരമായ സ്ഥലം. അതിരാവിലെ വരികയാണെങ്കിൽ ശുദ്ധവായു ശ്വസിച്ച് ഇവിടെ നല്ല ജോഗിങ് നടത്തി തിരിച്ചു പോകാൻ സാധിക്കും. സീനിയർ സിറ്റിസണിന് വേണ്ടി ഞാൻ പ്രചോദിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്ന് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ 2 കിലോമീറ്റർ നീളത്തിൽ പരന്ന് കിടക്കണ വിശാലമായ വാക്ക്വേ, നീറ്റ് ആൻഡ് ക്ലീനാണ്. ഞാനീ ബ്ലോഗ് ചെയ്യുന്നത് സീനിയർ സിറ്റിസണിന് വേണ്ടിയാണ്. കാരണം 60 കഴിഞ്ഞ എല്ലാ സീനിയർ സിറ്റിസണും ഇന്ന് വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഊർജ്ജസ്വലരായി നടക്കുവാനായിട്ട് ഞാൻ പ്രേരിപ്പിക്കുന്നു. നല്ല മനോഹരമായ സ്ഥലം. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ വന്നു പോകുന്നുള്ളൂ. ഇവിടെ കൂടുതൽ ആൾക്കാർ വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അവർക്ക് സമർപ്പിക്കുന്നത്. എൻ്റെ വ്ളോഗ് എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീനിയർ സിറ്റിസന് വേണ്ടി ഞാനിടുന്ന ബ്ലോഗുകളാണ്. ചെറിയ ചെറിയ യാത്രകളും അതുപോലെ ഫുഡ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ ബ്ലോഗിൻ്റെ പേര് സീനിയർ സിറ്റിസൺസ് ട്രാവൽ ബ്ലോഗ് 2021. ഒന്നുകൂടെ പറയാം, സീനിയർ സിറ്റിസൺസ് ട്രാവൽ ബ്ലോഗ് 2021. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.